ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ ഈ സർക്കാരിന് സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടെല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഈ ഉറപ്പ് നൽകുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. സംഘപരിവാരത്തിൻ്റെ ഒരു കാവിക്കളിയും പാഠ്യപദ്ധതിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ അത് വിശ്വസിക്കാം. പറയുന്നത് ശിവൻകുട്ടിയാണ്. പിണറായി സർക്കാരിൻ്റെ ഉറപ്പാണ് മന്ത്രിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. ബിനോയ് വിശ്വത്തിനും അത് ബോധ്യപ്പെട്ടു. പിന്നെ ഒരു ചോദ്യമേ ഉള്ളൂ, PM ശ്രീയിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പുവെച്ചു? പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടലായ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അവകാശപ്പെട്ട 1158 കോടി 13 ലക്ഷം രൂപയാണ് മോദി സർക്കാർ തടഞ്ഞുവെച്ചത്. അതായത് പിടിച്ചു വച്ചിരിക്കുന്നത്, കേരളത്തിന് നൽകാതെ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് കൈമാറാതെ അങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്, തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ആരെയാണ് ബാധിക്കുന്നത്? ഉത്തരം വ്യക്തമാണ്. ആരെയാണ് ബാധിക്കുന്നത്? കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തെ, അതിലൂടെ വരുന്ന ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ. അത് വലിയ ചോദ്യമല്ലേ? പക്ഷേ മാധ്യമങ്ങൾ അത് കാണില്ല. പലരും ചോദിക്കുകയുമില്ല. പലർക്കും ഇത് CPIM CPI ഭിന്നത മാത്രമാണ്, സർക്കാരിനെതിരായ വിവാദ വാർത്ത മാത്രമാണ്. സംഘപരിവാറിനെ ചെറുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിനല്ലാതെ ആർക്കാണ് കഴിയുക? ഇടതുപക്ഷം ശക്തമല്ലാത്ത കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി മാത്രം മതി, അത് മാത്രം നോക്കിയാൽ മതി ഉത്തരം കിട്ടാൻ. വിവാദത്തിനപ്പുറം യാഥാർത്ഥ്യം പരിശോധിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് VK സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറി; ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ; M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ ജയചന്ദ്രനിലേക്ക്, സനോജി ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇതിന് ഏതാണ്ട് 3 ഭാഗങ്ങൾ എന്ന മട്ടിൽ നിങ്ങൾ 3 പേരും ഇതിൻ്റെ യാഥാർത്ഥ്യം, ഞാൻ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ, വിവാദത്തിനപ്പുറം യാഥാർത്ഥ്യം എന്നതിലേക്ക് തന്നെയാണ് പോകേണ്ടത്, പരിശോധിക്കേണ്ടത്, ആളുകൾ അറിയേണ്ടത്. എന്നാൽ വിവാദം എന്നുള്ളത് വാർത്താ പരിസരത്തെ ഒഴിവാക്കാനാകാത്തൊരു കാര്യവുമാണ്. അപ്പോൾ ഇന്ന് പകലുടനീളം കൊണ്ടാടിയ, അരങ്ങ് നിറഞ്ഞാടിയ രാഷ്ട്രീയ വിവാദമുണ്ടല്ലോ, മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത, അതിലേക്കൊന്ന് പോകാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്നെനിക്ക് തോന്നുന്നത്, കേരളത്തിലെ പ്രതിപക്ഷമായ UDF, വിശേഷിച്ച് കോൺഗ്രസ്, PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കളൊക്കെ പ്രതികരിച്ചു. അപ്പോൾ ഇവരുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ ആ UDF പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് സർക്കാരുകൾ എങ്ങനെയാണ് ഈ പദ്ധതിയെ സമീപിച്ചിട്ടുള്ളത് എന്നതടക്കം വസ്തുതകൾ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. 2. മൂന്നാമത്തത്, ഈ PM ശ്രീ പദ്ധതി, അതിലൂടെ ഫണ്ട്, അതിലൂടെ യഥാർത്ഥത്തിൽ മോദി സർക്കാർ ഫണ്ടുകൾ തടഞ്ഞുവെച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് മേൽ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് നടത്തുന്നത്? ദീർഘനാളായി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കൃത്യമായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നു. അങ്ങനെ അതും കൂടി പരിശോധിക്കേണ്ട. അങ്ങനെ 3 തലങ്ങൾ ഇതിനുണ്ട് എന്ന് വിചാരിക്കുന്നു. ശ്രീ ജയചന്ദ്രൻ, അതിലാദ്യത്തേത്, ഇന്ന് മാധ്യമങ്ങൾ ആകെ സെലിബ്രേറ്റ് ചെയ്ത ഒരു വലിയ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ CPIM CPI ഭിന്നത. ഇടതുമുന്നണി ഏതാണ്ട് പിരിച്ചുവിടാൻ പോകുന്നു, ഇടതുമുന്നണിയിലെ 2ാം കക്ഷിത മുന്നണി വിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പ് ബിനോയ് വിശ്വം വളരെ ചുരുക്കം വാക്കുകളെ പറഞ്ഞുള്ളൂ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ പോകുന്നു, ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പുകളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്നാൽ CPI മുന്നണിയിലെ 2ാമത്തെ പാർട്ടി എന്ന നിലയിൽ അവർക്കുള്ള ചില പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുന്നണി മര്യാദയുടെ ലംഘനം എന്ന പ്രശ്നം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ അവതരിപ്പിച്ച രീതി, അത് പർവ്വതീകരിക്കലായിരുന്നോ? ആ നിലയിലേക്ക് LDF എന്ന മുന്നണി രാഷ്ട്രീയം മാറപ്പെട്ടോ എവിടെയെങ്കിലും? സ്ഥലത്തെ ഈ പ്രശ്നത്തിൽ താങ്കളുടെ ഈ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ചോദിച്ച അതിലേക്ക് ഞാൻ നേരിട്ട് വരികയാണ്. മാധ്യമങ്ങൾ വാസ്തവത്തിൽ ഈ പ്രശ്നത്തിലെ വസ്തുതകൾ പരിപൂർണമായി തമസ്കരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സർക്കാരിനെ അടിക്കാൻ ഇതൊരു വടിയാക്കി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള സർവ്വസന്നാഹങ്ങൾ ഒരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടുകൂടി അത് മൊത്തത്തിൽ അടിച്ച് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ആ പത്രസമ്മേളനത്തിൽ ഞാൻ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറയുകയാണ്, വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ ഈ സർക്കാരിന് സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും
കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് നട്ടലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അത് എത്ര സുവ്യക്തമായ സ്വാഭിമാന ബോധത്തോടെയാണ് ഒരു സഖാവിന്റെ ആ വീര്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസം എന്നത് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്നുള്ളത് ആർക്കും അത് ഗഹനമായൊരു വാർത്താ സമ്മേളനമായിട്ടുള്ള വളരെ വളരെ ലളിതമായ സരളമായ ഒരു രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കൂടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകിയും ഉണ്ടായിരുന്നല്ലോ, അവരാണ് ഒപ്പുവെച്ചത്. അതാണ് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്നത് പോലെ 1500 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 1466 കോടി രൂപ ഇതുവഴി നഷ്ടപ്പെടാൻ നമ്മൾ ചെലവഴിച്ചതാണ്. ആർക്കാണ് ചെലവഴിച്ചത്? കേരളത്തിലെ ഈ വരുന്ന PM ശ്രീ വഴി വരുന്ന വിദ്യാലയങ്ങൾ ഒരു ബ്ലോക്കിൽ 2 വെച്ചെന്ന് പറയുമ്പോൾ പോലും 340 സ്കൂളുകളാണ് വരുന്നത്. ഇനി തീരുമാനിച്ചിട്ടില്ല, വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമായിട്ടുള്ളത് 15,000 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഈ 15,000 സ്കൂളുകളിലായി 45 ലക്ഷം കുട്ടികൾ പഠിക്കുന്നു. 2 ലക്ഷത്തോളം അധ്യാപകർ ജോലി ചെയ്യുന്നു. അവരുടെ വിവിധ ആവശ്യങ്ങൾ, പുസ്തകങ്ങളുടെ അച്ചടി അടക്കം, അവരുടെ യൂണിഫോം അടക്കം, ഉച്ചഭക്ഷണം അടക്കം, ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ അടക്കം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ ഗവൺമെന്റ് ചെയ്തു പോരുകയാണ്. ആ പണമാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ തടയും എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് വരട്ടാൻ നോക്കുന്നത്. അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമുക്ക് അവകാശപ്പെട്ട പണം അദ്ദേഹം പറയുന്നതിന് പ്രത്യേകമായൊരു ലക്ഷ്യം തന്നെയുണ്ട് സ്ഥലത്തെ. കാരണം ആർട്ടിക്കിൾ 270 പ്രകാരം ഷെയറിങ്, സ്റ്റേറ്റ് സെൻട്രൽ ഷെയറിങ് വേണമല്ലോ. അത് ആർട്ടിക്കിൾ 270 പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് പ്രകാരം നമുക്ക് അവകാശപ്പെട്ടാണ്, ഔദാര്യമൊന്നുമില്ല അവരുടെ. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ വിവിധ വകുപ്പുകളിലായി CPIയുടെ 4 വകുപ്പുകളിൽ ഉൾപ്പെടെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, 82 CSS സെൻട്രലി സ്പോൺസേർഡ് സ്കീം നടപ്പാക്കി വരുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിലുള്ള 6 മാത്രമേ ഉള്ളേ. ബാക്കി മറ്റെല്ലാ വകുപ്പുകളിലും വർഗീസ് ജോർജ് അദ്ദേഹത്തിന്റെ വകുപ്പിലും സഖാവ് ബിനോയ് വിശ്വത്തിന്റെ CPIയുടെ 4 വകുപ്പുകളിലും ഉൾപ്പെടെ 82 പദ്ധതികൾക്ക് അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. അത് 60% സെൻട്രൽ ഗവൺമെന്റിന്റെയും 40% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഷെയറുകളായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് എന്ന് പറഞ്ഞാൽ അത് LDF കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് എതിരല്ല. അതുകൊണ്ടാണ് പണം സ്വീകരിക്കപ്പെടുന്നത്. ഇനി ഇവിടെ ബിനോയ് വിശ്വത്തിന് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ LDFൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പണം സ്വീകരിക്കുന്നതിൽ PM ശ്രീ എന്ന പദ്ധതി കൃത്യമായി ഒഴിവാക്കണം എന്നൊരു വാദം CPIക്ക് ഉണ്ടോ? അങ്ങനത്തെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല. LDF സ്വീകരിക്കുന്ന അല്ല, അത് മാത്രമല്ല ശ്രീ ജയചന്ദ്രൻ ഒരു സംശയം. ഇപ്പോ PM ശ്രീ ഫണ്ട് വേണ്ട എന്ന് വെച്ചാൽ ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ നിലനിർത്തി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആ പറഞ്ഞ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനൊപ്പം, മോദി സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനൊപ്പം നിൽക്കാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഞാനൊന്ന് വായിക്കാം. PM ശ്രീയിൽ ഒപ്പിടുന്നതോടെ കേരളം ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായും അംഗീകരിച്ചു എന്ന നിലയിലേക്ക് ഒരു പ്രചാരണം വരുമ്പോൾ വരുന്ന ഒരു വിശദീകരണം എന്താണ്? ഇത് സാങ്കേതികമായ ഒരു ആക്ഷേപം പറച്ചിൽ മാത്രമാണ്. 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം. 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. രണ്ടാമതായി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പാക്കുന്നത്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല. മൂന്നാമതായി, NEP 2020 പറയുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, 100% എൻറോൾമെൻറ്റ്, ത്രിഭാഷാ പദ്ധതി കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പാക്കിയതാണ്. ഇക്കാര്യത്തിൽ നാം NEPയേക്കാൾ, അതായത് കേന്ദ്ര ദേശീയ വിദ്യാഭ്യാസ നയത്തേക്കാൾ
ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ പാഠ്യപദ്ധതിയും അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടുന്നതോടെ അതിന് പൂർണ്ണമായി അംഗീകരിച്ചു എന്ന നിലയിൽ പറയാൻ കഴിയില്ല. പല കാര്യങ്ങളും നമ്മൾ അതിലും ഏറെ മുന്നിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിൽ വാതിൽ തുറന്നു കൊടുത്തു എന്ന ആക്ഷേപം പറഞ്ഞാൽ പൂർണ്ണമായും അത് നിരാകരിക്കാൻ കഴിയും. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിൽ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരളമാണ്. NEP വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്, NEP വന്നതിന് ശേഷം, ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്, പരിഷ്കാരത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗൾ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. PM ശ്രീ ഫണ്ട് വാങ്ങിച്ചാലും ഇക്കാര്യങ്ങളിൽ കേരളം തുടർന്നു വരുന്നത് ഒരു തരത്തിലും മാറാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് ഉറപ്പ് പറഞ്ഞ് ആ വകുപ്പ് കൈയാളുന്ന മന്ത്രി ആ സർക്കാരിന് വേണ്ടി പറഞ്ഞാൽ പ്രധാനപ്പെട്ടതല്ലേ? ഇത് ബിനോയ് വിശ്വം മുഖവിലേക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ CPIയുടെ വളരെ രാഷ്ട്രീയമായൊരു വിമർശനം LDF ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ മുന്നണി യോഗത്തിലോ രാഷ്ട്രീയത്തിലോ ആ പാർട്ടിക്ക് കഴിയുമോ? ഒന്ന് ചുരുക്കി ശ്രീ ജയചന്ദ്രൻ. കാരണം ഇത്തരം ഉള്ളടക്കങ്ങൾ കൂടി നമ്മുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളിലോ നിലപാട് വിശദീകരണത്തിലോ വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ വിമർശനങ്ങളും അതിൻ്റെ വസ്തുതകളും ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഒന്ന് ദയവായി ഞാൻ ഈ പറഞ്ഞ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്ലീസ്. 2 മിനിറ്റ് മതി, 2 മിനിറ്റ്. കാരണം ഈ NEP 2020 എന്ന് പറയുന്നത് 2020 ജൂലൈ 29 ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗമാണ്, യൂണിയൻ ക്യാബിനറ്റ് ആണ് അംഗീകരിച്ചത്. പാർലമെന്റിൽ പോയില്ല ആ വിഷയം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അത് പോകാതിരുന്ന എന്തുകൊണ്ടാണ്? അതൊരു പോളിസി ഫ്രെയിംവർക്ക് മാത്രമാണ് ശരത്തെ. ഈ NEP 2020 എന്ന് പറഞ്ഞാൽ ഒരു പോളിസി ഫ്രെയിംവർക്കാണ്. അതിനു മുൻപ് 1986 അതിനു മുൻപ് അന്ന് NEP 1986 അവതരിപ്പിച്ചിരുന്നു ഇന്ദിരാ സർക്കാർ. അന്നെന്താ സംഭവിച്ചത്? അന്നും ഇതുപോലെ തന്നെ ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചത്. അന്നും പോളിസി ഫ്രെയിംവർക്ക് ആയിരുന്നു, പാർലമെന്റ് ചർച്ച ചെയ്തില്ല. പക്ഷെ അത് ഈ വിദ്യാഭ്യാസത്തിനെ കൺകറൻസിലാക്കിയ ആരാണ്? ഭരണഘടനയിൽ നേരത്തെ നമ്മൾ അതിലേക്ക് വരാം. ഞാൻ ചോദിച്ചത് ഇതിനകത്തൊരു രാഷ്ട്രീയ വിവാദം കൂടി അടങ്ങിയിട്ടുണ്ടല്ലോ ഭരിക്കുന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട്. ഈ കാര്യങ്ങൾ ഞാനത് വീണ്ടും താങ്കളോട് ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, ഉറപ്പുകൾ ഒരാശങ്കയും വേണ്ടാത്ത വിധം ദേശീയ വിദ്യാഭ്യാസ നയത്തെ പടിക്ക് പുറത്തു നിർത്തും, അതിൻ്റെ വർഗീയ അജണ്ടകളെ കേരളത്തിലേക്ക് എടുക്കില്ല, ചെയ്ത കാര്യങ്ങൾ അത് അഭംഗുരം തുടരും എന്ന് പറയുന്ന ഇടത്ത് മുന്നണിക്കകത്തൊരു രാഷ്ട്രീയ പ്രശ്നമായി പോകുമ്പോൾ കേവലം ചർച്ച ചെയ്തില്ല, തങ്ങളെ പരിഗണിച്ചില്ലെന്നോ അല്ലെങ്കിൽ കേട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിന് ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചില്ലെന്നോ പറയുന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ഈ വിവാദം എത്രമാത്രം മുന്നോട്ട് പോകും? അതിന് സ്കോപ്പ് ഉണ്ടോ? വിവാദങ്ങളുടെ കെണിയിൽ വീടിന്റെ ആൾക്കാരല്ലല്ലോ പിന്നെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അങ്ങനെ വീണു പോയതിലാണ് എനിക്കുള്ള ഖേദം. ശ്രീ ജോർജ് ജോസഫ്, ഇന്നത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു സമീപനം ശ്രദ്ധിച്ചു. സ്വാഭാവികമായി തെറ്റു പറയാനില്ല, കാരണം ഭരണമുന്നണിയാണ്, ഭരണമുന്നണിക്കകത്ത് അങ്ങനെ ഒരു ഭിന്നത എന്ന നിലയ്ക്കൊരു പ്രശ്നം വരുന്നു, അതേക്കുറിച്ച് പരസ്യമായി ആ പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിക്കുന്നു, സ്വാഭാവികമായി. പക്ഷേ അവിടെ നിന്ന് പിന്നെ അങ്ങ് അനുമാനങ്ങളും ഊഹാപോഹങ്ങളിലേക്കുമുള്ള ഒരു പടർന്നു കയറലുണ്ടായിരുന്നല്ലോ. ഒടുവിൽ നേതാക്കൾ പല നിലകളിൽ, അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി വി ശിവൻകുട്ടിയും അതിനുശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമൊക്കെ തങ്ങളുടേതായ നിലപാടുകൾ വിശദീകരിച്ചതോടെ ഈ മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ചൊരു ഒരു സംഭവം വൈകുന്നേരമായപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ എന്തായിത്തീർന്നു? ശരത്തെ, ഇത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വല്ലാതെ പെരുപ്പിച്ച് ഊതിവീർപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു ഇഷ്യൂ, ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പുന്ന പോലെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുമ്പോൾ ചില വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ശ്രമമാണ്. ശരത്തെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് 14-ാം ധനകാര്യ കമ്മീഷനും 15-ാം ധനകാര്യ കമ്മീഷനും വന്നതിന് ശേഷം, അതായത് ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ
കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്ന ഫണ്ടുകളുടെ കാര്യത്തിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടാക്കി. ആ മാറ്റത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സമയമില്ല. പക്ഷേ എങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കേന്ദ്രം നേരിട്ട് കേന്ദ്രവിഹിതമായി നികുതി വിഹിതമായി നമുക്ക് നൽകുന്ന പണം അത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നതിൽ നിന്നും വളരെയധികം വെട്ടിക്കുറച്ചു. അത് നമുക്ക് മുമ്പ് കിട്ടിയിരുന്നത് 3.22% അതിപ്പോൾ 1.95% താഴുന്നതൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അളവിൽ വെട്ടിക്കുറയ്ക്കുന്നു. ഒന്ന്, സെസ് ഉൾപ്പെടെയുള്ള സർചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഡിവിസിബിൾ പൂളിനെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, കേന്ദ്രം കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ മുൻകാലങ്ങളിലെല്ലാം ഫ്ലെക്സിബിളായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അത് ആവശ്യാനുസരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് സഹായം ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നുള്ള പേരിൽ അതിന് ചില കാണാ ചരടുകൾ കെട്ടി ആണ് ഇത്തരം പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത്. അതെ, അത് കൃത്യമായി നിബന്ധനകൾ ശ്രീ ജോർജ് ജോസഫ് അതിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം നിബന്ധനകൾ വെക്കുക. ആ നിബന്ധനകൾ വെച്ചുകൊണ്ട് മാത്രം 60%, 40% സ്റ്റേറ്റ് ഫണ്ടാണ്, എന്നിട്ടും അതിൽ നിബന്ധനകൾ വെക്കുക. അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഭവിച്ചു. ഇങ്ങനെ നിബന്ധനകൾ വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അതാണ് ഇവിടെയും പ്രശ്നമായത്. കാരണം ഇതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് കെട്ടേണ്ട കോടാനുകോടി രൂപ തടഞ്ഞു വെക്കുകയാണ്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള പദ്ധതികൾക്കും എല്ലാം ഇതേ രീതിയിലുള്ള ഓരോ കണ്ടീഷൻസ് ഉണ്ടാക്കി അവരുടെ ഒരു മാർക്കറ്റിംഗ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രചരണം, ഒരു പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന ചില കണ്ടീഷൻസ് അതിനകത്ത് അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട്, നിലപാടുകളോട്, പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാതെ വരുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കെല്ലാവരും നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ഒരു സാഹചര്യം, ഞെരുക്കുന്നൊരു സാമ്പത്തിക സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കേന്ദ്രം നമുക്ക് തരാനുള്ള ഒരു വർഷം 55,000 കോടി രൂപയിൽ പരം രൂപ കേരളത്തിന് അർഹതപ്പെട്ടത് ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അതേസമയത്ത് അർഹതപ്പെട്ട കടമെടുപ്പിന് പോലും അനുവദിക്കാത്ത സ്ഥിതിവിശേഷം വരുന്നു. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുന്നൊരവസരത്തിലാണ് ഈ സംസ്ഥാന സർക്കാരുകളോട് വേണ്ട വിധം ആലോചിക്കാതെ കഴിഞ്ഞ ആഗസ്റ്റ് 15 ഏകപക്ഷീയമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു GST നിരക്കുകൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പ് അത് GST കൗൺസിലിൽ ആലോചിച്ചിട്ടില്ല. ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ തന്നെ പറഞ്ഞെന്താ, 8,000 കോടി രൂപ മുതൽ 10,000 കോടി രൂപയുടെ വരെ വരുമാന നഷ്ടം കേരളത്തിന് പ്രതിവർഷം അതുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മൾ പറഞ്ഞ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വരുമാനം ലഭ്യമല്ലാതിരിക്കുക, വെട്ടിക്കുറയ്ക്കുക, ഗ്രാൻറ്റുകൾ അനുവദിക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള രാഷ്ട്രീയമായ ചരടുകൾ അതിൽ കൂട്ടിക്കെട്ടുക, ഇതൊക്കെ വരുമ്പോൾ പല രീതിയിൽ ഈ വിഹിതങ്ങൾ തടസ്സപ്പെടുകയാണ്. അതിന് പുറമെയാണ് 8,000 കോടി രൂപ മുതൽ 10,000 കോടി രൂപ വരെ കുറയുന്ന സ്ഥിതിവിശേഷം വരുന്നു. ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ PM ശ്രീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ആയാലും നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി ആയാലും ഇത് പ്രധാനമന്ത്രി സഡക് യോജന ആയാലും അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളായാലും ഇതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ ജനങ്ങൾക്കാണ് സൗകര്യങ്ങളില്ലാതാവുന്നത്. വേണ്ടത് നമുക്ക് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലോ നിലപാടിൻ്റെ പേരിലോ വയ്ക്കാം. പക്ഷെ അത് തന്നെയല്ലേ രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് തന്നെയാവില്ലേ ജോർജ് ജോസഫ്? രാഷ്ട്രീയമായി ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ. അത് കേരളത്തിലെ പ്രതിപക്ഷമാകട്ടെ, കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ, BJP യെ സംബന്ധിച്ചാണെങ്കിൽ. ഇപ്പോൾ അതിനിടയിൽ ഒരു പ്രതികരണം കൂടി. ഇന്നിപ്പോൾ ഡോക്ടർ ശശി തരൂർ MP ഇതേക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടാണ് എന്ന് വിചാരിക്കുന്നു. ഈ ഫണ്ട് വാങ്ങാതിരിക്കരുത്, വാങ്ങണം എന്ന് വെച്ച് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നിന്നുകൊടുക്കേണ്ടി വരില്ല കേരളത്തിന്. കേരള സർക്കാർ അത് കാട്ടിത്തന്നു. കേരളത്തിന് പാഠ്യപദ്ധതിയിലും മറ്റു കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യാനറിയാം, ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് പോകാം. യഥാർത്ഥത്തിൽ ഇതിനെ ഈ രീതിയിലല്ലേ കാണേണ്ടത്? ഈ ഫണ്ട് വാങ്ങിക്കുന്നത് കൊണ്ട് ഏതാണ്ട് വലിയ തോതിൽ, കാരണം അത് മാത്രവുമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഈ SSA, ഈ സർവശിക്ഷ കേരള പദ്ധതിയുടെ 1000 കോടി തടഞ്ഞു വെക്കുന്നു. അപ്പോൾ പിന്നെ ഇതല്ലാതെ മുമ്പിൽ എന്ത് മാർഗം?
അല്ല, അതാണ് ശരത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ സിലബസിൻ്റെ കാര്യത്തിലുള്ള ഒരു ആശങ്ക വല്ലാതെ ഉയരുന്നുണ്ട്. അവരെ സംഘപരിവാർ അജണ്ട കുത്തിക്കയറ്റിയ സിലബസ് പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ നയത്തിനെതിരായിരിക്കും. നമുക്ക് ആ വിമർശനങ്ങളിലൊന്നും കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സിലബസ് തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം കൈയാളുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. നമ്മുടെ സ്കൂൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ആരുടെ കീഴിലാണ്? നമ്മുടെ ഹെഡ് മാസ്റ്റർമാർ ആരുടെ കീഴിലാണ്? ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത്. അവിടെ ഒന്നും ഒരു കേന്ദ്ര ഇടപെടൽ നടക്കില്ല. പിന്നെ സിലബസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എടുക്കുക, ഉദാഹരണത്തിന് ഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അതിന് പകരം അടുത്ത തവണ മുതൽ ഈ സ്കൂളുകളിൽ സവർക്കറാണ് രാഷ്ട്രപിതാവ് എന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളനുസരിക്കില്ല. ഇനി അങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫണ്ട് തിരിച്ചെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തരില്ല എന്ന് പറയാൻ ഒരു കേന്ദ്ര സർക്കാരിനും കഴിയില്ല. കാരണം ഭരണഘടനാപരമായ മാർഗമുണ്ട്. നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം. ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഈ ശാസ്ത്രീയമല്ലാത്ത സിലബസുമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ് ചില കാര്യങ്ങൾ തോത് വെട്ടിക്കുറയ്ക്കുന്നു. താങ്കൾ പറഞ്ഞ അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണത്. അല്ല, ശരത്തെ ഒരു മിനിറ്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ കേസിന് പോയി. സുപ്രീം കോടതി അവിടെ എന്താ പറഞ്ഞത്? കേരളത്തിന് അർഹമായത് വിട്ടുകൊടുക്കണം. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നിവൃത്തിയില്ലാതെ തടഞ്ഞു വെച്ചിരുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം റിലീസ് ചെയ്ത് കേരളത്തിന് തരേണ്ടതായിട്ട് അന്ന് വന്നു. മാത്രമല്ല, ഇത് ഭരണഘടനാപരമായ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും, സംസ്ഥാനങ്ങളുടെ ധനകാര്യസ്ഥിതിയിൽ എങ്ങനെയൊക്കെ കേന്ദ്രം നിയന്ത്രിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം വിശാലമായൊരു ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിലൊരു ഭരണഘടനാ വിഷയമുണ്ടെന്ന് കോടതി കണ്ടെത്തി. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സിലബസ് പഠിപ്പിക്കണമെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ആ സിലബസ് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല, പഠിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ കേരളത്തെ അറബിക്കടലിൽ ചവിട്ടിത്താത്തി മുക്കിയൊന്നും കൊല്ലാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊക്കെ വെറും തോന്നലാണ്. അപ്പോൾ അത്തരം ആശങ്കകൾ വെറുതെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കേന്ദ്രം പറയണ പോലെ RSS പറയണ പോലെ പഠിപ്പിക്കണം, അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല. അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, ഫൈറ്റ് ചെയ്യാൻ കോടതികളുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ തന്നെ ജനങ്ങളെന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു കാര്യം താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് പോകാൻ കഴിയും. പറഞ്ഞതുപോലെ വെറുതെ പല തരത്തിൽ പെരുപ്പിച്ച് കാട്ടുന്ന ഒരു രീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം താങ്കൾ ആവർത്തിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇന്ന് മന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. NCERT വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഗൾ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി കുട്ടികളെ പഠിപ്പിച്ച നാടിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേര് കേരളമാണ്. അങ്ങനെയാണ് നമ്മൾ ആ ചരിത്ര നിഷേധത്തോട് അല്ലെങ്കിൽ പുതിയൊരു ചരിത്ര രചനയിലേക്ക് സംഘപരിവാർ പോയപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ആ സംസ്ഥാനത്തിനകത്ത് എന്തു പഠിക്കണം, എന്തു പഠിപ്പിക്കണം എന്ന ആ ഒരു കാലത്ത് സംസ്ഥാന വിഷയമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭരണഘടനാ പ്രകാരം 1976 അടിയന്തരാവസ്ഥ കാലത്ത് നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഇന്ദിരാഗാന്ധിയാണ്. ഈ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയുടെ ആ നാളുകളിൽ ചെയ്തതാണ്. അതിൻ്റെ കുറെ കൂടി ആസുരമായ അവസ്ഥയിൽ അതിനെ രൂപപ്പെടുത്താനോ ഉപയോഗപ്പെടുത്താനോ ആണ് കേന്ദ്ര സർക്കാർ ഈ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനോട് പൊരുതേണ്ടി വരുന്നൊരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് പാഠഭാഗം, അതിൻ്റെ ഉള്ളടക്കം, പഠന രീതി. അവിടേക്ക് ഒരു തരത്തിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവകാശവും പറഞ്ഞുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആധികാരികമായി സർക്കാർ പറയുന്നത്. PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു എന്നതിൻ്റെ പേരിൽ അതാണിപ്പോൾ ശ്രീ ജോർജ് ജോസഫും ആവർത്തിച്ചു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉയരുന്നത്, അങ്ങനെ ഈ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഈ PM ശ്രീ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കോംപ്ലക്സുകളുടെ പേരിൽ ചെറിയ സ്കൂളുകൾ പൂട്ടപ്പെടുമോ? കാരണം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്നതാണ്. ഈ ഫണ്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. നോക്കൂ, ദേശീയ തലത്തിലടക്കം ഇപ്പോൾ ബീഹാറിലെയൊക്കെ സ്കൂളുകളുടെയൊക്കെ അവസ്ഥകൾ ഇപ്പോൾ എത്രയോ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രയോ വീഡിയോയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കാൻ കഴിയുന്നതാണോ കേരളത്തിൻ്റെ സ്ഥിതി? കേരളത്തിൻ്റെ സ്കൂളുകളൊക്കെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഏതൊക്കെ മികവുകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്നാലും ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇനിയും മുന്നേറാൻ കഴിയേണ്ടതുണ്ട്.
അങ്ങനെ ആ ഫണ്ട് വാങ്ങുമ്പോൾ സ്കൂളുകൾ, ചെറിയ സ്കൂളുകൾ പൂട്ടുമോ എന്ന ഒരു മുമ്പ് പറഞ്ഞ പോലെ ആശങ്കയുണ്ടാകാം. അല്ലെങ്കിൽ അത്തരം പെരുപ്പിച്ച ചില പ്രചാരണങ്ങളുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഒരു വിശദീകരണം പരിശോധിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ. ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല. ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. UDF സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 9 വർഷം കൊണ്ട് 11 ലക്ഷം പുതിയ കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണമാണ്. സ്കൂളുകൾ പൂട്ടാനല്ല, നിലവിലുള്ളവയെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനാണ് സർക്കാർ പണം വിനിയോഗിക്കുന്നത്. പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് ഇതുപോലൊരു പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത് ഇതാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ മറുപടി. അതിൽ അപാകതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒന്നുകൂടി ഞാൻ വെക്കാം. പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പാക്കുന്നു. PM ശ്രീ എന്നതിൻ്റെ എക്സ്പാൻഷൻ വേറൊരു തരത്തിലൊക്കെ കൂടിയാണ്. എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയും ഒരു സംവിധാനം ഉണ്ടല്ലോ. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് PM ശ്രീ വരുന്നത്. അതിൽ എന്താണ് സർക്കാർ പറയുന്നത്? ശ്രീ ജയചന്ദ്രൻ, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു പൊതുവായ രീതിയാണ്, കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിയെടുക്കുന്ന രീതി. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുന്നിൽ PM ശ്രീ എന്ന് ചേർക്കണം എന്നതാണ് വ്യവസ്ഥ. ആ PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്ന ഈ വിധത്തിലാണത്. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വെക്കണം എന്നല്ല. നാം ഇപ്പോൾ തന്നെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് PM പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് PM ഉഷ എന്നും പറയുന്നുണ്ട്. ആകെ 82 കേന്ദ്ര പദ്ധതികളിൽ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, ആകെ 82 കേന്ദ്ര പദ്ധതികളിൽ 17 എണ്ണം PM എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണമുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ പെരുപ്പിച്ച നിലയിൽ പല പ്രചാരണങ്ങളും വരുമ്പോൾ ഈ വിശദീകരണങ്ങൾ എത്രമാത്രം ആധികാരികമാണ്, അത് ഗൗരവമുള്ള ഉറപ്പാണ് താങ്കളെ സംബന്ധിച്ച് നിരീക്ഷിക്കുമ്പോൾ? ഇതിലുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ചില മാധ്യമങ്ങൾ ചർച്ചയിലൂടെ പ്രചരിപ്പിക്കുന്നത് പോലെ PM ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ട് ആ MOU ഒപ്പിട്ടുകൊണ്ട് കിട്ടാൻ പോകുന്ന ഏതാനും കോടികൾക്ക് വേണ്ടി ഈ പരിപാടി നടത്തേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കേട്ടാൽ നിഷ്കളങ്കമെന്ന് വിചാരിക്കുന്ന ആ ചോദ്യത്തിന് പിറകിൽ വലിയ പിന്നെ കെണികളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ചോദ്യകർത്താക്കൾ തന്നെ, ആങ്കർമാര് തന്നെ. കാരണം നമ്മളുടെ പ്രശ്നം PM ശ്രീയിൽ ഒപ്പിടണോ എന്നുള്ളതല്ലായിരുന്നു പ്രാഥമിക പ്രശ്നമെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ന് മിനിസ്റ്റർ പ്രത്യേകമായിട്ട് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. PM ശ്രീ പ്രോജക്റ്റിൽ ഒപ്പിട്ടില്ലെന്നുണ്ടെങ്കിൽ SSKക്ക് ഫണ്ട് തരില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ SSKയുടെ ഫണ്ട് ചെലവാക്കിയ ഫണ്ടാണ്. മുമ്പുണ്ടായിരുന്നില്ല. 2002 തുടങ്ങിയ പദ്ധതിയിൽ ഇങ്ങനെ ഒരു ക്ലോസ് വെച്ച്, ഇങ്ങനെ ഒരു നിബന്ധന വെച്ച് ഇത് ഈ ഫണ്ട് വാങ്ങാൻ നിർബന്ധിക്കുന്ന ഒരു നിബന്ധന മുൻപുണ്ടായിരുന്നില്ല അല്ലേ? ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ കേരളത്തിലെ നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 82 ഞാൻ ആ നമ്പർ പറഞ്ഞല്ലോ. എല്ലാത്തേക്കും പോകാൻ സമയമില്ല. എങ്കിലും പെട്ടെന്ന് നമുക്ക് പിന്നെ ഈ പറയാവുന്ന ചില ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. നെല്ല് സംഭരണ പദ്ധതി 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണത്. പണം കൊടുത്ത് നെല്ല് സംഭരിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം 60-40 അല്ല, 100% ആണ് സെന്ററിന്. പക്ഷെ സംഭവിക്കുന്നതോ മുഴുവൻ ചീത്തവിളിയും പിണറായിയാണ് അത്ര ഈ നെല്ല് സംഭരണത്തിന് പൈസ കൊടുക്കാത്തത്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതി ഈ നെല്ല് സംഭരണ പദ്ധതി. ഇത് മറ്റേ നമ്മളിപ്പോ പറയുന്ന PM ശ്രീ എന്ന് പറയുന്നത് 60-40 ആണ്. മറ്റു പല പദ്ധതികളും 60-40 ആണ്. പക്ഷെ അല്ലാത്ത ചില പദ്ധതികളുണ്ട്, അതിൽ ഏറ്റവും പ്രധാനമാണ് നെല്ല് സംഭരണം. ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് പക്ഷെ ചീത്തവിളി കേൾക്കുന്ന ആരാണ്? ചീത്തവിളി കേൾക്കുന്നത് പിണറായി സർക്കാരിന്റെ മൊത്തം കുഴപ്പം കൊണ്ടാണിത് എന്നുള്ളതാണ് വരുത്തി വെക്കുന്നത്. എനിക്കൊരു സംശയം, അത് കൈയാളുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പല്ലേ? മന്ത്രി ശ്രീ GR അനിലിന്റെ വകുപ്പല്ലേ ഈ പറഞ്ഞ 100% കേന്ദ്രാവിഷ്കൃത? ഞാൻ അതാണ് പറഞ്ഞത്. ഈ 100% പദ്ധതി കൈയാളുന്നത് CPIയുടെ മന്ത്രിയായ GR അനിലാണ്. അതോടെ എടുത്തു പറയണം ഇന്നത്തെ കോണ്ടെക്സ്റ്റില് അതുണ്ട്. അത് കാണണ്ടേ? CPI സംസ്ഥാന സെക്രട്ടറി അത് വിമർശിക്കുന്നത്, ഇത്തരം വിമർശനങ്ങൾ സ്വാഭാവികവും ജനുവിനുമാണ്. അതിനൊക്കെ യോജിക്കുന്നു. അദ്ദേഹം വിമർശിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്, അതിനോടും യോജിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നെല്ല് സംഭരണ പദ്ധതിക്ക് ഇത്രയും കുടിശ്ശിക ഇട്ടിട്ട് അത് സംബന്ധിച്ച് നമുക്ക് ഒരു സർക്കാർ നിരന്തരം പറയുന്നുണ്ട്, ധനമന്ത്രി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം പറഞ്ഞു,
ഏതാനും പ്രാവശ്യം GR അനിലും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ എൻ്റെ ഓർമ്മ പദ്ധതികൾ ശരിയാണെങ്കിൽ ഈ വർഷം 2025 മെയ് മാസം കൊണ്ട് നോക്കിയാൽ തന്നെ ഏതാണ്ട് 350 കോടിയാണ് കേരളത്തിന് കുടിശ്ശിക. അതായത് നെല്ല് കർഷകരിൽ നിന്ന് എടുത്തതിൻ്റെ വകയായി കർഷകർക്ക് കൊടുക്കാൻ കേരളം എന്ന സംസ്ഥാനത്തിന് നൽകേണ്ടത് 350-ൽ പരം കോടി രൂപയാണ്. ഈ പണം കേന്ദ്രം തരുന്നില്ല. പക്ഷേ താങ്കൾ പറഞ്ഞല്ലോ, സംസ്ഥാനം തന്നെ അത് കണ്ടെത്തി കർഷകർക്ക് കൊടുക്കുന്നു. പിന്നെ ഏതോ കാലത്ത് ഇവർ തരട്ടെ എന്ന് കരുതി ഇവരുടെ പുറകെ, കേന്ദ്ര സർക്കാരിൻ്റെ പുറകെ നടക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ദില്ലിയിൽ പോയതെന്നുള്ള ചോദ്യത്തിലെ ഒരു അജണ്ട ഏതായിരുന്നു? കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞാൽ തരാനുള്ള പണം ഇങ്ങി തരൂ പ്ലീസ്, 350 കോടി നെൽകർഷകർക്ക് കൊടുക്കാനുള്ള ഇങ്ങി തരൂ, ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കാതെ പ്രതിസന്ധിയിലാക്കാതെ അത് തന്നാൽ ഒരു സർക്കാർ, ഒരു സംവിധാനം, ഒരു സംസ്ഥാനം പിടിച്ചു നിൽക്കും. ഒന്നാമത്തെ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞ ഒരു സാഹചര്യം എന്ന് മാത്രമാണ്. ശ്രീ ജയചന്ദ്രൻ പൂർത്തിയായിക്കോളൂ. അല്ലാതെ ആ പദ്ധതിയുടെ വസ്തുത താങ്കൾ പറഞ്ഞതാണ്, പരിപൂർണമായിട്ടും അതാണ് വസ്തുതയും അതാണ് സത്യവും. അതുപോലെ തന്നെയാണ് മറ്റൊരു വലിയ പരിപാടി എന്ന് പറയുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 3253 കോടി രൂപയാണ് കേന്ദ്രം ആ പദ്ധതിക്ക് കേരളത്തിന് തരാനുള്ളത്. പക്ഷേ ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ 1 രൂപയുടെ കുടിശ്ശിക ഇട്ടതായിട്ട് ഒന്ന് പറയാമോ ഈ പ്രതിപക്ഷത്തിന്, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് ഒന്ന് പറയാമോ? സംസ്ഥാന സർക്കാർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. പിന്നെ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലും ആ പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, മുനിസിപ്പാലിറ്റികളും നടക്കുന്നുണ്ടല്ലോ, പൈസ കുടിശ്ശികിട്ടിട്ടില്ലല്ലോ. പക്ഷെ ഈ പറഞ്ഞ 3252 കോടി രൂപ കൊടുത്തിട്ടില്ല ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലും. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോഴാണ് കെ.സി. വേണുഗോപാലിനെ, അതാണ് ഇവിടെ പറയാൻ വന്നത്, കെ.സി. വേണുഗോപാൽ ഇവിടെ പറയുന്നത് ഈ പിന്നെ BJP CPM ബന്ധമാണത്ര ഇതിന്റെ കാരണം. എന്താണ് മിസ്റ്റർ വേണുഗോപാൽ, താങ്കൾ സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി അല്ലേ? അങ്ങ് രാജസ്ഥാനിൽ നിന്നുള്ള MP ആയിരിക്കല്ലേ അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഈ പദ്ധതിയിൽ PM3യിൽ ഒപ്പിട്ടത്? നിങ്ങൾ അന്നും വലിയ അധികാരമുള്ള ദേശീയ നേതാവായിരുന്നല്ലോ, എന്തേ തടഞ്ഞില്ല ശ്രീ വേണുഗോപാൽ? തടഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഈ ഡയലോഗ് പറയുന്നത് വല്ല കഥയുണ്ടോ? അല്ല, മാത്രമല്ല ശ്രീ ജയചന്ദ്രൻ, അന്നതിൽ ഒപ്പിടുന്ന കാലത്ത് ഇങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ SSKയുമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട സമഗ്ര ശിക്ഷ, ഇപ്പോൾ കേരള എന്ന് പറയുന്ന പോലെ സമഗ്ര ശിക്ഷ രാജസ്ഥാൻ എന്ന് പറയുന്നത് പോലെയുള്ള വിദ്യാഭ്യാസ രംഗത്തേക്ക് ആ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഹിതം അത് ക്ലബ് ചെയ്ത് ഇങ്ങനൊരു നിബന്ധന അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിബന്ധനയും ഇല്ലാത്ത കാലത്താണ് ആ പദ്ധതി വന്നയുടൻ 2022-ൽ അന്ന് രാജസ്ഥാൻ സർക്കാർ അതിൽ ഒപ്പുവെച്ചത്, കോൺഗ്രസ് സർക്കാർ ഒപ്പുവെച്ചത്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. അന്ന് രാജസ്ഥാനിൽ നിന്നുള്ള MP ആയിരുന്നു കെ.സി. വേണുഗോപാൽ. 24-ലാണല്ലോ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചതും ആ രാജസ്ഥാനിലെ MP സ്ഥാനം രാജിവെച്ചതും ഒക്കെ സംഭവിച്ചത്. ശരിയാണ് പറഞ്ഞത്. അല്ല, എന്തായിരുന്നു ചോദിക്കാതിരുന്നത്? എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഗോഗോ വിളിക്കുന്ന എന്തിനാണ്? മറ്റൊരു കാര്യം, മറ്റേ 2 ചെറിയ കാര്യം കൂടെ, ചെറിയല്ല പ്രധാനപ്പെട്ട, പെട്ടെന്ന് പറഞ്ഞു തീർത്താക്കാം. പിന്നെ ഈ ബാന്ധവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു പരിപാടിയല്ലല്ലോ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2003-ൽ ആന്റണി മുഖ്യമന്ത്രിയായപ്പോ നടത്തിയത്. അന്ന് അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ, കൊച്ചിയിൽ വന്ന് ജിം ഉദ്ഘാടനം ചെയ്തത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയല്ലേ സ്ഥലത്തെ? എന്തിനാണ് ആ പരിപാടിക്ക് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന പ്രധാനമന്ത്രിയെ? ഇപ്പൊ നമ്മള് മെട്രോ റെയിൽ ഉദ്ഘാടനം മനസ്സിലാവും, അതുപോലുള്ള പരിപാടി അല്ലല്ലോ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വരവേൽപ്പ് സിനിമയെ പോയിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ വിമർശനം കയറ്റി തിരികിയിട്ടാണല്ലോ അദ്ദേഹം തിരിച്ചു പോയത്. അപ്പൊ അവിടെയാണ് നിർത്തുന്ന ആ കാര്യം. മറ്റൊന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ ഡയലോഗ് കൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. ആരിഫ് ഖാൻ ഇവിടെ ഗവർണറായിരുന്നപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലേക്ക് ABVP-കാരെ തിരികെ കയറ്റിയല്ലോ. തിരികെ കയറ്റിയപ്പോ എന്താണ് അത് ശരിയല്ല, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ഗവർണർ പെരുമാറേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തു. യൂണിവേഴ്സിറ്റി ലിസ്റ്റ് പ്രകാരം യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് വേണം. അന്ന് KPCC പറഞ്ഞ K. സുധാകരൻ അദ്ദേഹം പറഞ്ഞ ഓർക്കുന്നില്ലേ? അങ്ങനെ ചെയ്താൽ ABVP-കാരെ ചെയ്താൽ എന്താ കുഴപ്പമില്ല. അതില് ABVP-കാർ മാത്രമല്ല, ലീഗ് അനുകൂലികളായിട്ടുള്ളവരുണ്ടായിരുന്നു, കോൺഗ്രസ് അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ടവരും ഒക്കെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സർവാണി ലിസ്റ്റായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ സെനറ്റ് ലിസ്റ്റ്. താങ്കൾ പറഞ്ഞു വന്നതനുസരിച്ച് എന്നിട്ടാണ് പിണറായി വിജയനെയും പിന്നെ ഗോവിന്ദ മാസ്റ്ററേയും പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പഠിപ്പിക്കാനായിട്ട് ചിലർ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്.
കഷ്ടം, പരിതാപകരം. ഇത് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നതെങ്കിലും ഈ നേതാക്കൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ശരി, ഞാൻ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുന്നുണ്ട്. നേരിട്ട് പങ്കെടുക്കാം എന്നറിഞ്ഞു. സനോജിൻ്റെ കുഴപ്പമല്ല, അവിടെ ചില റേഞ്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ലൈവിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെലിഫോൺ ലൈനിലുണ്ട്. സനോജ്, ഇതെല്ലാം പറയുമ്പോഴും സി പി ഐയുടെ ഒരു മുഖ്യ പ്രതിഷേധം, അതും ഇന്നത്തെ ഒരു വാർത്താ പരിസരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുന്നണി മര്യാദകളുടെ ലംഘനം എന്ന പ്രശ്നം ഇന്ന് വൈകുന്നേരവും വാർത്താസമ്മേളനത്തിൽ ബിനോയ് വിശ്വം ഒരു പ്രശ്നമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മുന്നണിക്ക് കത്ത് കൊടുത്തിരുന്നു, ഘടകകക്ഷികൾക്ക് കത്ത് കൊടുത്തിരുന്നു, 2 തവണ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ വന്നിരുന്നു എന്ന് ബിനോയ് വിശ്വം വാർത്താസമ്മേളനത്തിൽ പറയുന്നു. എന്നാൽ ഇതിനെയൊക്കെ പിൻപറ്റി മാധ്യമങ്ങളിൽ നിന്ന് ആകെ കൊടുത്തത് CPI മന്ത്രിമാർ രാജിവെക്കാൻ പോകുന്നു, അവർ ആ നിലയിൽ വിട്ടുനിൽക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. പക്ഷേ മാധ്യമപ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോഴൊന്നും അദ്ദേഹം അതൊന്നും എൻഡോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ വലിയ തോതിൽ നിന്ന് പകൽ പ്രചരിച്ചു. പക്ഷേ വൈകുന്നേരം ബിനോയ് വിശ്വം പറഞ്ഞത് മുന്നണി മര്യാദകളുടെ ലംഘനം ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ വിമർശനം ആണ്. പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളത്തിൻ്റെ പടിവാതിൽക്കലിന് പുറത്തു നിർത്തും വിധത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, ചെയ്ത കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി മന്ത്രി സംസാരിച്ചതിനെ മുഖവിലക്കെടുക്കുകയും ചെയ്തു. പക്ഷേ CPIക്ക് രാഷ്ട്രീയ വിമർശനം ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ. ശ്രീ സനോജ്, CPI ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ മുന്നണിയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെല്ലാം ഉന്നയിക്കണം, എന്തെല്ലാം പരാതികളാണ് അവർക്ക് പരിഹരിക്കേണ്ടത് എന്നതെല്ലാം അവരുടെ മാത്രം കാര്യമാണ്. കാരണം ആ കാര്യത്തെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് LDF-നകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും LDF അത് ചർച്ച ചെയ്യും. LDF-നകത്ത് ഒരു പ്രതീക്ഷയുമില്ല, ഞങ്ങൾ ഇതാ വിട്ടുപോകുന്നു എന്നൊന്നും CPIയുടെ നേതാവ് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം ചർച്ച ചെയ്യട്ടെ. ഭാവിയിൽ ആ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് മാത്രമേ ആ സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ഒരു സംശയം, ഈ വിഷയത്തിൽ അങ്ങനെ LDF ആകെ ചർച്ച ചെയ്തിട്ട് മാത്രം ഒപ്പിടാൻ കഴിയുന്ന തരം ഒരു പ്രശ്നം PM ശ്രീയുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ടോ? ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് സർക്കാരിനുണ്ട്, ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയെന്ന് മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ ഇത് വാങ്ങിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ആ വകുപ്പിന് പ്രവർത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടോ? LDF ചർച്ച ചെയ്തു മാത്രമേ പറ്റൂ എന്നുണ്ടോ? അതായത് ഇന്നിപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം വളരെ കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു കാര്യം സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി കുറവും ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ LDF-നകത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുക, ഏതെല്ലാം കാര്യത്തിനകത്താണ് വിവിധ പാർട്ടികൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്നത് ഓരോ പാർട്ടികളുടെയും തീരുമാനമാണല്ലോ. അപ്പൊ ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ, പോരായ്മ ഉണ്ടെങ്കിൽ അത് അവർ ചർച്ച ചെയ്യട്ടെ. അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്നതിനെ നമ്മളിപ്പോ ആ നിലയിലേക്ക് ഒരു വലിയ രൂപത്തിലൊരു വാർത്തയായിട്ട് കാണേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശിവൻകുട്ടി ഇവരെല്ലാം BJPയുടെ ഒരു ബി ടീമായി മാറിയിരിക്കുന്നു എന്നതാണല്ലോ ഇവിടെ പ്രചരണം. പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം ഇതിനെ പിന്തുണച്ചു, അനുകൂലിച്ചും സംസാരിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു ഒരു പുതിയ രാഷ്ട്രീയ സാധ്യതയ്ക്ക് അനുസരിച്ച് പരിഹസിക്കാനാണ് ശ്രമിച്ചത്. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ യഥാർത്ഥത്തിൽ ആ പ്രചരണത്തിന്? യഥാർത്ഥത്തിൽ NEP നടപ്പാക്കുന്ന ഘട്ടത്തിൽ, ഈ പ്രധാനമന്ത്രിയുടെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ആവേശത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? ഇവിടെ പ്രതിപക്ഷ നേതാവും ഇവിടെ കേരളത്തിൽ നിന്നുള്ള AICCയുടെ വലിയ നേതാവുമാണല്ലോ മറ്റേ KC വേണുഗോപാൽ. അവരെല്ലാം പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത, ഒരു തരിപ്പ് പോലും അവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? കാരണം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനത്തെല്ലാം ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഇതിവിടെ നടപ്പാക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം എന്താണ്? ഇതിപ്പോ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക റിപ്പബ്ലിക് ഒന്നുമല്ലല്ലോ. പ്രത്യേകിച്ച് കേന്ദ്രതലത്തിലേക്ക് നികുതി സംവിധാനം മാറി GST വന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന്റെ വരുമാനത്തിനുണ്ടായിട്ടുള്ള വെട്ടിക്കുറവ് എത്രമാത്രം വലുതാണ് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഡൽഹിയിൽ പോയിട്ട് സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നതിനെതിരായിട്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തത്? നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ ഈ അവകാശങ്ങൾ കവരുന്ന ഘട്ടത്തിൽ ഈ കേരളം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? കേരളത്തിൽ ഇടതുപക്ഷം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്? പ്രതികരിക്കുക മാത്രമല്ലല്ലോ, ഇപ്പൊ ഗവർണറുടെ അധികാര പരിധി എന്നത് സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗം എഴുതി ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ സംസ്ഥാന കേന്ദ്ര ബന്ധം സംബന്ധിച്ച് തെറ്റായ നിലയിലേക്ക് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോ കേരളത്തിലെ ഒരു തലമുറയെ തന്നെ
പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെയാണ് RSSുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത്. രാജ്ഭവനിൽ യഥാർത്ഥത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുണ്ടല്ലോ, നമ്മളത് മറന്നുപോയോ? ഇപ്പൊ രാജ്ഭവനെ തന്നെ RSSന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ നോക്കുന്ന ഘട്ടത്തിൽ ഒരു ചടങ്ങ് തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് ശിവൻകുട്ടി നടത്തിയിട്ടുള്ള ധീരമായിട്ട് ഇടപെടൽ, അത് കേരളം സല്യൂട്ട് ചെയ്ത ഒരു കാര്യമല്ലേ, മറന്നുപോയോ? പിന്നെ പാഠപുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്തൊക്കെയാണ്? ഇപ്പൊ NEP വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും ഒരേ ഒരു സംസ്ഥാനം മാത്രമേ പാഠ്യപദ്ധതിയിലും പാഠപുസ്തകത്തിനകത്തും ഇടപെടൽ നടത്തിയിട്ടുള്ളൂ. അത് ഈ കൊച്ചു കേരളമാണ്. ഗാന്ധിവധം വേണ്ട, പഠിപ്പിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു. എന്താ പറഞ്ഞത്? എന്നാ പിന്നെ നിങ്ങൾ പറയുന്നില്ല അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു അത് ഞങ്ങൾ പഠിപ്പിക്കും. ഈ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജീവചരിത്രം, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജീവചരിത്രം പ്രസിഡന്റിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ പഠിപ്പിക്കുമെന്ന് പറഞ്ഞവരാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യത്തിനകത്ത് സർക്കാർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് RSSനെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നാൽ ആർക്കാണ് ബുദ്ധിമുട്ട്? കോടിക്കണക്കിന് റുപ്യ നഷ്ടപ്പെടുക. ഇനി അടുത്ത ഘട്ടം എന്ന് SSK എന്ന് പറഞ്ഞാൽ ഗുണമേന്മയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു 5 വർഷം കൊണ്ട് 3000 കോടി കിട്ടും. 2000 കോടിയുടെ തടഞ്ഞുവെക്കൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഈ PM ശ്രീ എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് 10-200 കോടി മാത്രമേ ഉള്ളൂ. പക്ഷെ 200 കോടിയുടെ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ 2000 കോടി തടഞ്ഞു വെക്കും, 3000 കോടി തടഞ്ഞു വെക്കും എന്ന വെല്ലുവിളിയാണ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം, പ്രതികരണം എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം ചെയ്യേണ്ടത്. കേന്ദ്രത്തിനെതിരായിട്ടാണ് ശക്തമായ വികാരം ഉയർത്തേണ്ടത്. അതിന് പകരം ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനകത്തെല്ലാം വെള്ളം ചേർത്ത് ഭരണഘടനയെ അട്ടിമറിച്ച് ഈ എല്ലാ നിലയിലും സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന, ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്ന ഈ സംവിധാനത്തിനെതിരായിട്ടുള്ള ജനവികാരം എത്ര എളുപ്പത്തിലാണ് പിണറായി വിജയന്റെയും ശിവൻകുട്ടിയുടെയും നേർക്ക് വഴിതിരിച്ചു വിടുന്നത്. ഇത് ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് DYFI കാണുന്നത്. ഈ നിലയിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ ഗവൺമെന്റ് ഇപ്പൊ നവംബർ 1-ാം തീയതി ഏറ്റവും ലോകത്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, അത് കേരളമാണ്. ഇപ്പൊ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അത്തരം വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുമ്പോ ഈ പേര് പറഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിയിട്ട് എടുത്ത അടവുപരമായ ഒരു സമീപനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെല്ലാം ബായിയാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യമാണ്, തികഞ്ഞ രാഷ്ട്രീയമാണ്. നിങ്ങളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവര് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സിലബസ് എല്ലാം അവർ തീരുമാനിക്കും. ആര്? കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ തീരുമാനിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ എത്ര പദ്ധതി ഉണ്ട്? വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ 6 പദ്ധതി അല്ലേ? 6 പദ്ധതി. അതിനകത്തെല്ലാം PM എന്ന് ചേർക്കുന്നുണ്ട്. ആകെ 82 പദ്ധതിയിൽ 17 എണ്ണം തുടങ്ങുന്നത് പേര് PM എന്ന പേരിലാണ്. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ FIUGP നടപ്പാക്കിയല്ലോ. എന്തൊക്കെ പ്രശ്നമായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സോഫ്റ്റ്വെയറിന്റെ പേര് സമർത്ത് എന്നാണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി വേണം നിങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇടപെടാൻ. കേരളം പറഞ്ഞു പറ്റില്ല. കേരളം പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അപ്പൊ ഓരോ കാര്യത്തിനകത്തും കൃത്യമായ ബദലുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ SSK നടപ്പാക്കുന്ന ഘട്ടത്തിലും കേന്ദ്രം പറയുന്ന എല്ലാ കാര്യവും ഇവിടെ നടപ്പാക്കിയിട്ട് RSSന്റെ അജണ്ടക്ക് കൂട്ടുനിൽക്കും എന്നല്ല. ഞങ്ങൾക്ക് ഇത് തന്നെ വേണം എന്ന ആഗ്രഹമില്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നവരാണ്. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, മാത്രമല്ല ഒരു ഫെഡറൽ തത്വത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റ്, അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ആ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അതിനകത്ത് എന്തെല്ലാം തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ചെയ്യാൻ വേണ്ടി കഴിയും, RSSനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിയും, ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഇവിടെ PM ഉഷ പദ്ധതി നടപ്പാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ പദ്ധതി നടപ്പാക്കിയത്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതി വേറെയുണ്ട്. ഇതെല്ലാം നടപ്പാക്കിയല്ലോ. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുകയാണെങ്കിൽ പിന്നെ CBSE സ്കൂളിൽ ഇവിടെ എന്താ നടപ്പാക്കുന്നത്? നവോദയ വിദ്യാലയങ്ങൾ ഇവിടെ എന്താ നടപ്പാക്കുന്നത്? ഇപ്പൊ നവോദയ വിദ്യാലയങ്ങളും CBSE വിദ്യാലയങ്ങളും ഈ സൈനിക സ്കൂൾ ഉൾപ്പെടെയുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളെല്ലാം വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? അവിടെയൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ നേതാവല്ലേ മറ്റേ KC വേണുഗോപാൽ. KC വേണുഗോപാൽ എവിടുന്ന രാജ്യസഭാ അംഗം നേരത്തെയായത്? രാജസ്ഥാനിൽ നിന്നാണ്.
ആ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ NEP-യിൽ ഒപ്പുവെച്ചത്, ഈ PM3-യിൽ ഒപ്പുവെച്ചത്. കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ വിമർശനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ല, ഇരട്ടത്താപ്പാണ്, തികഞ്ഞ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഏതാണ്ട് 5000-ഓളം കോടി രൂപ നഷ്ടമാവാത്ത നിലയിൽ കേരളത്തിലേക്ക് ആ പണം ലഭിക്കേണ്ടതുണ്ട്. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ ഉച്ചഭക്ഷണ വിതരണത്തിന്റെ പ്രശ്നം വരും, കുട്ടികളുടെ യൂണിഫോമിനകത്ത് പ്രശ്നം വരും, ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ പ്രശ്നം വന്നാൽ മാത്രമേ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല. ആരുടെ കുറ്റം കൊണ്ട്? പിണറായി വിജയന്റെ കുറ്റം കൊണ്ട് നടക്കുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മറ്റേ ഇടുക്കി ജില്ലയിൽ ഒരു മറിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ രംഗത്തിറക്കിയത്. കേന്ദ്ര ഗവൺമെന്റ് പെൻഷന്റെ ഭാഗമായി കൊടുക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വെച്ച സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ രംഗത്തിറക്കിയിട്ട് പിച്ചച്ചട്ടിയുമെടുത്ത് തെരുവിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ പിണറായി വിജയന്റെ ഭരണത്തിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. അതല്ലേ പറഞ്ഞത്? അത് പറയാൻ കൈരളി ഉൾപ്പെടെയുള്ള അപൂർവ മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങി? വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ സ്കൂളുകൾ പൂട്ടണം. കേരളത്തിലെ സ്കൂളുകൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് UDF-ന്റെ പരിശ്രമം. നേരത്തെ അവർ ശ്രമിച്ചിരുന്നു. അവർക്ക് അധികാരമുള്ള ഘട്ടത്തിൽ 3000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതാ. അപ്പൊ ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും കിട്ടാതെ, ഇവിടെ പണം കിട്ടാതെ കുട്ടികളുടെ പഠനം മുടങ്ങണം, സ്കൂളുകൾ പൂട്ടണം. എന്നാൽ മാത്രമേ ഇവർക്കെല്ലാം താല്പര്യമുള്ള ചില സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയൂ. അപ്പൊ അതിന് പിന്നിൽ ഇങ്ങനെയെല്ലാമുള്ള ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. നന്ദി ശ്രീ സനോജ്. ഏതായാലും അത്തരം ചിന്താഗതിക്കാർക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ 2011-2016 കാലയളവിലെ സ്കൂളുകളുടെയും അന്നത്തെ ശോച്യാവസ്ഥയും ഒക്കെ അക്കാലത്ത് മാധ്യമങ്ങൾ ചെയ്തതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ മുന്നേറ്റം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മുന്നേറ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് ശക്തമായി എതിർത്ത സംസ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു കേരളം. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞ SSK ഫണ്ട്, അതാണ് അടിസ്ഥാനപരമായ ഫണ്ട്, ആ ഫണ്ടിനെ തന്നെ പിടിച്ചു വെക്കും വിധത്തിലേക്ക് ഇങ്ങനെ ക്ലബ് ചെയ്യുന്നൊരു തന്ത്രപരമായ നീക്കത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കേരളത്തിന് ഒരു ബദൽ നിലപാട് സ്വീകരിക്കേണ്ടതായി വരുന്നത്. പക്ഷേ അപ്പോഴും നൽകുന്നൊരു ഉറപ്പ് ഏതെങ്കിലും തരത്തിൽ പാഠഭാഗങ്ങളിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ പഠിപ്പിക്കുന്നതിൽ ഒന്നും ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടരുകൾ കടന്നുവരില്ല. അത് ഉറപ്പ് പറയാൻ കേരളത്തിന് കഴിയും. കാരണം കേരളം അത് നിരന്തരം അത് ചെയ്തതാണ്. അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ്. അത് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ്. സർക്കാർ തന്നെ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെ ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് പറയാനോ സ്ഥാപിക്കാനോ സമർത്ഥിക്കാനോ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ കഴിഞ്ഞിട്ടുമില്ല. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കാരത്തിലൂടെ നടപ്പാക്കി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ശേഷം 2020 വിദ്യാഭ്യാസ നയത്തിന് ശേഷം അപ്പോഴാണ് ഈ ഗാന്ധി വധമൊക്കെ ഒഴിവാക്കിയപ്പോൾ, NCERT ഒഴിവാക്കിയപ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കും കുട്ടികളെ എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് കൊണ്ട് വസ്തുത ഇതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. UDF ഒരിക്കലും ഈ ഒരു പാഠ്യപദ്ധതി നടപ്പിലാക്കില്ല. അത് വളരെ ക്ലിയറാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ആ രീതിയിൽ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു നേരെ പോയി ഒപ്പിട്ടിട്ടില്ല. അവരൊക്കെ ഇതിനെതിരായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പല ഘട്ടങ്ങളിലാണുള്ളത്. എങ്ങനെയുണ്ട് ശ്രീ ജോർജ് ജോസഫ്? അദ്ദേഹം പറഞ്ഞത് പാഠ്യപദ്ധതി UDF നടപ്പാക്കില്ല. ഈ കേരളത്തിലെ LDF സർക്കാർ അത് നടപ്പാക്കില്ല എന്ന് പറയുക മാത്രമല്ല, നടപ്പാക്കില്ല എന്ന് തെളിയിച്ച് കാട്ടിക്കൊടുത്താണ്. നമ്മൾ നിരന്തരം ഇപ്പോൾ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള UDF ഉറപ്പിന് ഒരു പ്രസക്തിയുമില്ല. കാരണം LDF സർക്കാർ അത് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കർണാടക ഒരു സാമ്പിളായിട്ട് എടുത്താൽ ശ്രീ ജോർജ് ജോസഫ് ഒന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്ട് ഈ പറഞ്ഞ വിധത്തിലൊന്നും കർണാടക സർക്കാർ ചെയ്തു. എന്ന് പറഞ്ഞാൽ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, സിദ്ധാരാമയ്യയാണ്. ശരിയാണ്, PM3 പദ്ധതി വരുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ അതിനുശേഷം സിദ്ധാരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. വേണ്ട എന്ന് വെച്ചില്ല. രണ്ടാമത്തെ ഉദാഹരണം തെലങ്കാന എടുക്കാം. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഒപ്പിട്ടില്ല. കേരളത്തെ പോലെ തന്നെ 2022 മുതൽ എതിർപ്പുമായി നിന്നു. രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ചെയ്തത് എന്താണ്? നിശ്ചയമായി അവർ ഒപ്പിട്ടു. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, നമ്മളിന്നിപ്പോൾ പറയുന്ന വിധത്തിൽ ഈ സമഗ്ര ശിക്ഷ കേരള പോലെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ഫണ്ട് പിടിച്ചു വെക്കുന്ന ക്ലോസ് വരുന്നതിന് മുമ്പ് തന്നെ
തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി കോൺഗ്രസ് സർക്കാർ ഒപ്പുവെച്ചു. അതിൻ്റെ രണ്ടാം ഘട്ടത്തെയും കടന്നു. അതിനെ ഏറ്റവും അധികം ശ്ലാഘിച്ച് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറെ പോലെ തെലങ്കാനയിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവാണ് അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇതുകൊണ്ടും തീരുന്നില്ല. രാജസ്ഥാൻ സർക്കാർ മുമ്പ് പറഞ്ഞതുപോലെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP രാജ്യസഭാംഗമായി ഇരിക്കെയാണ് ഗെലോട്ട് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. KC വേണുഗോപാൽ കേരളത്തിൽ പറയുന്നത് CPIM BJP ഡീൽ എന്ന മട്ടിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു ചരിത്രം കൂടി ഉണ്ടല്ലോ. ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ പറയാൻ കഴിയുമോ? അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. പഞ്ചാബ് സർക്കാർ 2022 തന്നെ ഒപ്പുവെച്ചു. ശ്രീ ജോർജ് ജോസഫിന് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ 2023 ജൂലൈയിൽ പിൻവാങ്ങി, വേണ്ട എന്ന് തീരുമാനിച്ചു പഞ്ചാബ് സർക്കാർ. പക്ഷേ അവരും പിന്നീട് ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാണ്? അവരുടെയും ഈ പറഞ്ഞ സമഗ്ര SSA ഫണ്ട് കട്ട് ചെയ്തതോടെ നിവൃത്തിയില്ലാതെ പഞ്ചാബ് റീജോയിൻ ചെയ്തു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഒരു കെണി. അതാണ് കേന്ദ്ര സർക്കാർ ഇതിൽ വിരിച്ചിരിക്കുന്നൊരു വല. ഇതാണ് ശ്രീ ജോർജ് ജോസഫ്. ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനകത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം വരുമ്പോൾ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക സർക്കാർ ഒപ്പിട്ടത് ആ രീതിയിൽ ഒപ്പിട്ടിട്ടില്ലെന്ന്. ഏത് രീതിയിൽ? അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ പദ്ധതി അംഗീകരിക്കുന്നു, ഇത് ഞങ്ങളിതിനകത്ത് അതിന് വേറൊരു രീതിയൊന്നുമില്ല. ഓരോ സംസ്ഥാനത്തിനും ഒരു കണ്ടീഷനോ പ്രത്യേകിച്ച് അങ്ങനെ ആ രീതിയിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്താണ് പറഞ്ഞത്? തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുമ്പോൾ 2 സംസ്ഥാനങ്ങളാണ് ഇപ്പോഴും ഇതിൽ ഒപ്പിടാതിരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാടും പശ്ചിമ ബംഗാളും. ഈ 2 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസിനും പോയിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ 5 റിച്ച് സ്റ്റേറ്റുകൾ, ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് തമിഴ്നാട് സർക്കാർ. അതുപോലെ പക്ഷേ അവർക്ക് പണം ആവശ്യമില്ലെന്നുള്ളതല്ല, പക്ഷേ അതിനെതിരെ അവർ കേസിന് പോയിരിക്കുകയാണ്. ശരത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ സർവശിക്ഷ അഭിയാൻ്റെ ഫണ്ട് തടസ്സപ്പെടുത്തുന്നു, അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നിർണായകമായി വരുന്നത്. അപ്പോൾ കേവലം ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഫണ്ടുകളും തരില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഒരു സംസ്ഥാനം സമ്മർദ്ദത്തിലേക്ക് ആവുന്നത്. ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ധനകാര്യ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ഗുണം ചെയ്യുന്നത് ആർക്കാണെന്ന് നമ്മൾ ആലോചിക്കണം. അത് ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അത് വികസിപ്പിക്കുമ്പോൾ അവിടെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ടുവരിക, അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരിക. ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞു, ഈ പണം നമ്മുടെ തന്നെ പണമാണ്, നമ്മൾ നികുതി കൊടുക്കുന്നതാണ്, മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അതാണ് സത്യം. കാരണം തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇതിനെ ഞാൻ വിചാരിക്കുന്നത്, ശ്രീ ജോർജ് ജോസഫ്, ഞാൻ വിചാരിക്കുന്നത്, ശ്രീ ജയചന്ദ്രൻ താങ്കളോട് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സെൻസിബിളായി ഇതിനെ ഈ വിവാദത്തിനപ്പുറം വേർതിരിച്ചെടുക്കാൻ കഴിയും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അപകടകരമായ ഉള്ളടക്കത്തെ കേരളം കൃത്യമായി പ്രതിരോധിക്കുമ്പോഴും ചെറുത്തു നിർത്തുമ്പോഴും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കുന്നു. SSA ഫണ്ട് പൂർണ്ണമായും കട്ട് ചെയ്യുന്ന അപകടകരമായ അവസ്ഥ ഒഴിവാക്കുക എന്ന് പറയുന്ന പ്രാധാന്യം കേരളത്തെ സംബന്ധിച്ചുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ആ ഫണ്ട് ഉറപ്പിച്ചു നിർത്തും. കേരളത്തിൻ്റെ അവകാശമാണത്, ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി. പക്ഷേ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കത്തെ തൊടാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ് ജനങ്ങൾക്ക് വളരെ സെൻസിബിളായി വിലയിരുത്താൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.